എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം നേരിടുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നം പഠിക്കാത്തതല്ല, നമ്മളെല്ലാവരും പഠിക്കാറുണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യുന്നതിലാണ് നമുക്ക് വരുന്നൊരു ഫോൾട്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ പഠിച്ച കാര്യം ഓർത്തിരിക്കുക എന്നൊരു കാര്യം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ റിവിഷൻ നടത്തണം? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 24 hours കഴിഞ്ഞാൽ നമ്മളത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നൊരു സബ്ജക്റ്റ് പഠിച്ചു, നാളെ നിങ്ങൾ അടുത്ത സബ്ജക്റ്റാണ് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം പഠിക്കാനുള്ളത്, അടുത്ത സബ്ജക്റ്റ് പഠിച്ചോളൂ. പക്ഷെ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് തലേ ദിവസം പഠിച്ച സാധനം ഒന്ന് വായിച്ച് നോക്കാനായിട്ട് സമയം എടുക്കുക. അപ്പോൾ ആദ്യത്തെ 24 hours നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യണം. അത് മാത്രം മതിയോ? പോരാ. 24 hours റിവൈസ് ചെയ്തു. ഇനി അടുത്ത റിവിഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? വിത്തിൻ 7 days. ആദ്യം നിങ്ങൾ പഠിച്ച കാര്യം വീണ്ടും ഒരു 7 ദിവസത്തിനുള്ളിൽ റിവൈസ് ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യത വീണ്ടും അവിടെ കൂടുതലാണ്. അപ്പോൾ 24 hours റിവിഷൻ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 7 days നിങ്ങൾ ഒരു തവണയെങ്കിലും അത് വീണ്ടും വായിച്ചു കഴിഞ്ഞിരിക്കണം. ഇനി അത് മാത്രം മതിയോ? പോരാ. ആ 7 days വായിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 1 month ആകുമ്പോഴത്തേനും നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ 1 month ആകുമ്പോഴത്തേനും വീണ്ടും ആ ചാപ്റ്റർ എടുത്ത് ഒന്നുകൂടെ റിവിഷൻ നടത്തുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യമേ പഠിച്ച കാര്യം ഒരു 24 hours റിവൈസ് ചെയ്യുക, പിന്നെ 7 days നിങ്ങൾ അത് റിവൈസ് ചെയ്തിരിക്കണം, ആൻഡ് 1 month ആ ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റർ പിന്നെ നിങ്ങൾ മറക്കില്ല. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം. ഇനി ഇത് മാത്രം മതിയോ? മിസ്സേ ഞാൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നുണ്ട്. പോരാ. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് വായിച്ച് പഠിക്കുന്നതാണ് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇത് തന്നെയാണോ എല്ലാവർക്കും പറ്റുന്ന ടെക്നിക്ക്? അല്ല. ചില ആളുകളെ സംബന്ധിച്ച് പഠിച്ച കാര്യം ഒന്ന് എഴുതി നോക്കണം. അങ്ങനെ എഴുതി നോക്കിയാലേ അവരെ കൊണ്ട് അത് വീണ്ടും റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും ചിലപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതാണ് അവർക്ക് ഈസി. അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ചില ആൾക്കാർ അത് മറന്നു പോകത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്നൊരു കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ലേണിംഗ് സ്റ്റൈൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പഠനം കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ ഈ രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറേ വീഡിയോസ് ഇല്ല. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ, നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് ഒരു ലേണിംഗ് സ്റ്റൈൽ കാണുമായിരിക്കും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഉറക്കെ വായിച്ചു പഠിക്കണം, ചില ആൾക്കാർക്ക് വെറുതെ മനസ്സിലിരുന്ന് വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ പല രീതിയിൽ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഓർത്തിരിക്കുന്ന ഈ രീതിയിൽ പഠിച്ചപ്പോഴാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആ ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനത്തിൽ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ സംബന്ധിച്ച് മോഡൽ എക്സാം വരുവാണ്. എല്ലാ ചാപ്റ്റേഴ്സിനെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും കുറേ അധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം പഠിച്ചു കഴിയുമ്പോൾ മിസ്സേ ഞാൻ ഇതെല്ലാം കൂടെ ഓർത്തിരിക്കുമോ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറേ ട്രിക്സ് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് തന്നെ മിസ് പറയുകയാണെങ്കിൽ എല്ലാത്തിനും അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു സീക്വൻഷ്യലോട്ടുള്ള ട്രിക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പം ആ ഒരു ട്രിക്ക് വെച്ച് ആ പോയിന്റ്സ് ഓർത്തിരിക്കുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എന്താണ് ഓരോ കണ്ടന്റ് എന്ന് മനസ്സിലാക്കുക, ആ സീക്വൻഷ്യൽ ഓർഡറിൽ എന്ത് ചെയ്യുക? നമ്മുടേതായ ഒരു ട്രിക്ക് കൊണ്ടുവരിക. ആ ട്രിക്ക് നമ്മൾ എക്സാം ഹോളിൽ വെച്ച് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിന്റ്സ് എല്ലാം എഴുതാനായിട്ട് പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. ആൻസർ കീഴിൽ തന്നിരിക്കുന്ന അതേ പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിലുണ്ട്, മാർക്ക് അവിടെ നിങ്ങൾ കിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? ഈ രീതിയിൽ പഠിക്കുക. പഠിക്കുമ്പോൾ മാക്സിമം ട്രിക്സ് കാര്യങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിന്റുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കി ആ ലേണിംഗ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക. ഈ രീതിയിൽ ഇനി പഠിച്ചു നോക്കൂ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറക്കില്ല. പബ്ലിക് എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തരും.